ഹലോ നമസ്കാരം. എൻ്റെ പേര് ജിജി സുബ്രഹ്മണ്യൻ. ഞാൻ നിങ്ങളെ ഈ ഒരു സ്ലൈഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാമായിട്ടുള്ള ഗേറ്റ് വേ ടു സക്സസ് എന്ന ഈ ഒരു അവസരത്തിലേക്ക് ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാ ആളുകളും വരുമാനമുണ്ടാക്കാൻ പല മേഖലകളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ വരുമാനമുണ്ടാക്കുന്നത്. അതായത് പല രീതിയിലുള്ള ജോലികളുണ്ട്. അപ്പം ജോലി ചെയ്തുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന ആളുകളുണ്ട്. ബിസിനസ്സായിട്ട് പല രീതിയിലുള്ള തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടും വരുമാനം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. ഹൗസ് വൈഫായിരിക്കാം, സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളായിരിക്കാം, ഇനി ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിരമിച്ച ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നിന്ന് വിരമിച്ച ആളുകളായിരിക്കാം. നമ്മളെല്ലാ ആളുകളും ഏത് മേഖലകളിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ വളർച്ച അല്ലെങ്കിൽ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു മേഖല ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ അവസരം നമ്മൾ തേടുന്നുണ്ടെങ്കിൽ, ഒരു അധിക വരുമാനമോ ഒരു പ്രധാന വരുമാനമോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അവസരം തേടുന്നുണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൻ്റെ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങളെ സഹായിക്കും. അതെനിക്ക് 100% വിശ്വാസമുണ്ട്. നമുക്കറിയാം, കോമൺ ആയിട്ട് നമ്മൾ ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് ഹെൽത്ത്, വെൽത്ത്, ഫ്രീഡം, ഈ 3 കാര്യങ്ങളാണ്. ജീവിതത്തിൽ പുരോഗതി എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഒത്തിണങ്ങുമ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ പൂർത്തീകരണം അല്ലെങ്കിൽ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 90% ആളുകൾക്കും ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഞാൻ ഈ പ്രസൻറ്റേഷനിലുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ പറയുന്നത്, ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കിട്ടാൻ സഹായിക്കുന്ന, നേടിയെടുക്കാൻ സഹായിക്കുന്ന, ജീവിതത്തിൽ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം 100% ഒരു സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി ഈ അവസരം ഒന്ന് കേൾക്കുക. നമുക്കറിയാം, ജോലി അല്ലെങ്കിൽ ബിസിനസ്, ഇത് രണ്ടും ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളെല്ലാ ആളുകളും വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സമയവും അല്ലെങ്കിൽ നമ്മൾ ഏത് മേഖലയിലാണോ, ഏത് ജോലിയിലാണോ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്, ആ ജോലിയും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അതായത് നമ്മൾ സമയവും നമ്മൾ അറിവും കൊടുക്കുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ്. എന്നാൽ സമയം നമ്മൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് എല്ലാ ആളുകളും വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ ശരാശരി ഒരു 15,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ് അദ്ദേഹത്തിൻ്റെ മാസ വരുമാനം. എന്നാൽ ഒരു 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 60,000, ശരാശരി 60,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് താഴെയായിട്ടാണ് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നത്. അതായത് ഇന്ത്യൻ സാമ്പത്തിക സാഹചര്യം അനുസരിച്ചിട്ട് ഇന്ന് കിട്ടുന്ന വരുമാന രീതിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതിന് കാരണം സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. സ്വന്തം എഫേർട്ട് കൊണ്ട് വരുമാനം, നമുക്ക് ഒരിക്കലും ടൈം ലിവറേജ് കൂട്ടാൻ സാധിക്കുന്നില്ല. 8 മണിക്കൂറോ 16 മണിക്കൂറോ നമ്മുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ആ ഒരു വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. ലിമിറ്റഡ് ഇൻകം ആയിരിക്കാം, കൂടാതെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ മേഖലയിൽ വരുമാനം ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്? നമ്മളെപ്പോലുള്ള 8 മണിക്കൂറും 10 മണിക്കൂറും 16 മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ, ഇതുപോലുള്ള 10,000-കണക്കിന് ആളുകളെ അവരുടെ വർക്കിങ്ങോട് എടുത്തുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ വരുമാനം ഉണ്ടാക്കുന്നത്, ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന 10,000 വ്യക്തികളുണ്ടെങ്കിൽ, ഒരു വ്യക്തി 1 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സുകാരന് ഒരു ദിവസം കിട്ടുന്ന വർക്കിംഗ് അവർ 10,000 മണിക്കൂർ. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 വ്യക്തികൾ 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിലോ 16 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിലോ ആ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിട്ട് അതുകൊണ്ട് തന്നെ അയാളുടെ ടേൺ ഓവർ ലക്ഷങ്ങളും കോടികളാക്കുന്നു. കാരണം അദ്ദേഹത്തിന് വർക്കിംഗ് അവർ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം.
എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വർക്കിംഗ് അവർ കൂട്ടാനും നമുക്ക് വലിയൊരു ബിസിനസ്സുകാരനാവാൻ സാധിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ഹ്യൂജായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഈ ബിസിനസ് ആരംഭിക്കാൻ പറ്റും. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇല്ലാതെ ട്രൂ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ഫാക്ടറിയിൽ നിന്നാണ്. ഈ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഉൽപ്പന്നം കൊണ്ടുതരിക എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഉടമയെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് ആ ഫാക്ടറിയിൽ പോയി വാങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടുക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. അവിടെ നിന്ന് ഒരു CNF ഏജൻറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് സോണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമുക്ക് സുപരിചിതമായിട്ടുള്ള ഹോൾസെയിൽ ഡീലേഴ്സ്, അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്ന റീറ്റെയിൽ ഷോപ്പിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. ഇങ്ങനെ 6-7 ഇടനിലക്കാർ കൈമറിഞ്ഞ ഉൽപ്പന്നങ്ങൾ നമ്മുടെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ എത്തിയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പരസ്യങ്ങളിലൂടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ അറിയുന്നത്. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആയിരക്കണക്കിന് ചാനലുകളാണ് ഇന്ന് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. പരസ്യത്തിൽ അഭിനയിക്കുന്നത് താരമൂല്യമുള്ള വ്യക്തികളാണ്. അതായത് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ 40 അല്ലെങ്കിൽ 60% പോകുന്നത് ഈ ഇടനിലക്കാരായിട്ടും പരസ്യക്കാരായിട്ടും പ്രവർത്തിക്കുന്ന ആളുകളുടെ കൈകളിലേക്കാണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഡയറക്റ്റായിട്ട് കമ്പനി ഔട്ട്ലെറ്റിലൂടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്കാണ് തരുന്നത്. നമ്മൾ തന്നെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മളൊരു കസ്റ്റമറായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു. 100% ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചതിനുള്ള റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നല്ലതാണെന്ന് മറ്റുള്ളവരോട് പറയും. അങ്ങനെ നമ്മൾ മൊഴിയാനുള്ള പരസ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ കമ്പനി നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് സൗജന്യമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷനാണ് തരുന്നത്. ഇത് ഇന്ന് ഇന്ത്യ ഒട്ടാകെ വിതരണം ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നം നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമർ പ്ലസ് ഡിസ്ട്രിബ്യൂഷനാണ് കിട്ടുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കൈകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 40 മുതൽ 60% വീതിച്ച് തരുന്ന ഒരു അതിമനോഹരമായ ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 2025 ആകുമ്പോഴേക്കും 18 മില്യൺ യൂത്ത് ഇത് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇത് ആരാ പറഞ്ഞത്? ഫിക്കി അല്ലെങ്കിൽ KPMGയുടെ പത്ര റിപ്പോർട്ടിൽ പറഞ്ഞതാണ്. ഫിക്കി എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി, മഹാത്മാഗാന്ധി തുടങ്ങി വെച്ചതാണ്. കോടികൾ ടേൺ ഓവറുള്ള കമ്പനികളുടെ നമ്മുടെ വ്യാപാരി വ്യവസായ സംഘടന പോലുള്ളൊരു സംഘടനയാണ് ഫിക്കി എന്ന് പറഞ്ഞാൽ. ഈ ഫിക്കിയുടെ കണക്കെടുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മേഖലയ്ക്ക് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു അസാധാരണ ഗസറ്റും കൂടെ നമുക്ക് അനുകൂലമായിട്ട് വന്നു എന്നുള്ളതാണ്. 2015 ജൂലൈ 29 ഈ ഒരു അസാധാരണ ഗസറ്റ് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലുള്ള എല്ലാ ആളുകളും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ബുക്ക്, അതായത് ഒരു കൈ പുസ്തകമാണ്. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എങ്ങനെയായിരിക്കണം, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ടുള്ള കസ്റ്റമേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം വ്യക്തമായിട്ട് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് 2021 ഡിസംബർ 28 കേന്ദ്രത്തിൽ ഈ ഒരു മേഖലയ്ക്ക് ഒരു ഗസറ്റ് പ്രസിദ്ധീകരിച്ചു. ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ കണക്കുകൾ പറയുന്നത് $180.5 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ഇന്ന് 118.4 മില്യൺ ആളുകളാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 2019 ഗ്ലോബലി 15ാം സ്ഥാനത്താണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ നിലനിൽപ്പ്. അതായത് ഇന്നത്തെ വളർച്ച എന്ന് പറഞ്ഞത് 2.47 ബില്യൺ സെയിൽസിൻ്റെ വളർച്ചയാണ്.
15ാം സ്ഥാനത്താണ് ലോകത്തിൽ. അപ്പം ഇതിൻ്റെ വളർച്ച എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ നമുക്കറിയാം ഈ ഇൻഡസ്ട്രി അത് സത്യസന്ധമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, വെറും കാലഘട്ടത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് 100% സക്സസ് ആവാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അങ്ങനെയാണ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യാം? ഇതൊരു ചോദ്യമാണ്. അപ്പം എങ്ങനെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യാം? അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊഡക്റ്റ് ബേസ്ഡ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ആയിരിക്കണം. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം. കമ്പനിക്ക് ഒരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കും. സക്സസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെ, ഫീഡ്ബാക്ക് തന്നെ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ഒരു സ്ട്രോങ് മാനേജ്മെൻ്റ് ആയിരിക്കണം. സക്സസ് ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ ഒരു നിര തന്നെ ഉണ്ടായിരിക്കണം. കൂടാതെ അട്രാക്റ്റീവ് ഇൻകം പ്ലാൻ, അത് ശക്തമായിട്ട് ഏതൊരു സാധാരണക്കാരനും വീട്ടമ്മമാർക്കും എല്ലാ ആളുകൾക്കും സിമ്പിളായിട്ട് മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്ലാൻ ആയിരിക്കണം ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള നമ്മുടെ എല്ലാ ആളുകളുടെയും ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാം, ഇന്ന് ഇന്ത്യയുടെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആ ഒരു കമ്പനി ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഞാനിവിടെ പരിചയപ്പെടുത്താണ്. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഒരു അവസരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്പനിക്ക് ഇന്ന് 700-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. നമ്മളിന്ന് കോഴിക്കോടാണെങ്കിലും മഞ്ചേരിയിലാണെങ്കിലും കോട്ടക്കലാണെങ്കിലും കണ്ണൂരാണെങ്കിലും എവിടെയാണെങ്കിലും കമ്പനി ഡയറക്റ്റ് ഔട്ട്ലെറ്റാണ്. നമുക്കൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ബന്ധുക്കളുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരവസരമാണ് കമ്പനി തരുന്നത്. ഈ 700 ഔട്ട്ലെറ്റിൻ്റെയും പാർട്ട്ണർഷിപ്പാണ് കമ്പനി നമുക്ക് തരുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഒരവസരം. കൂടാതെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പുറകിലുള്ളത് എല്ലാ പ്രൊഡക്റ്റിനും ഹൈ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിലെടുത്ത് പറയേണ്ട ഒരു സർട്ടിഫിക്കേഷനാണ് ആയുഷ്, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ചികിത്സാ രീതികളുടെ എല്ലാം ഒത്തിണക്കിക്കൊണ്ട് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ, ലോകാരോഗ്യ സംഘടനയുടെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ആയുഷ് എന്ന് പറഞ്ഞാൽ. നമുക്ക് 23ഓളം പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗവൺമെൻറ് പറയുന്ന എല്ലാ സർട്ടിഫിക്കേഷനും നേടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന, ഈ പ്രൊഡക്റ്റിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് KK രാജേഷ്, DBA നാരായണ, ചെല്ലകുമാരസ്വാമി, ഇതുപോലുള്ള 100 കണക്കിന് ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു, R&D ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഈ ബിസിനസ്സിൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ എക്സ്പീരിയൻസ് എന്താണ്? ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, ബൽസാര, റാൻബാക്സി ഇതുപോലുള്ള നമ്പർ 1 കമ്പനികൾ പ്രവർത്തിച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി, അതായത് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഇനി വരാൻ പോണ കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ്. അതായത് ഇന്ന് വരെ നമ്മൾ കണ്ടത് ഇൽനെസ്സാണ്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു രീതി. എന്നാൽ ഇനി ലോകം കാണാൻ പോകുന്നത് രോഗം വരുന്നതിന് മുമ്പേ രോഗം വരാതിരിക്കാൻ ചികിത്സിക്കുന്ന ഒരു രീതിയാണ്. ആ ഒരു സിസ്റ്റത്തെയാണ് കമ്പനി ചൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള 2019 2022 അവാർഡ് കിട്ടിയിട്ടുള്ള, ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് എലമെൻറ്റ്സ് വെൽനസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ബ്രാൻഡാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു 2019 2022 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡുള്ള അവാർഡ് നമ്മുടെ ബ്രാൻഡിന്, നമ്മുടെ പ്രൊഡക്റ്റിനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ന് പറഞ്ഞാൽ കഫ് സിറപ്പ്, കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്
സ്റ്റെറോയിഡ് ഇല്ലാത്ത, ആൽക്കഹോൾ ഇല്ലാത്ത കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ സാധിക്കുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ് കഫ്നിൽ എന്ന് പറഞ്ഞ കഫ് റിലീഫ് ഫോർമുല. അപ്പം അതോടൊപ്പം തന്നെ ലിബഗൈൻ സിറപ്പ്, വായ്പുണ്ണ്, വയറ്റുപുണ്ണ്, അൾസർ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് ലിബഗൈൻ വുമൻ കമ്പാനിയൻ. സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ വരദാനം തന്നെയാണ് വുമൻ കമ്പാനിയൻ. അതോടൊപ്പം ബ്ലഡ് പ്യൂരിഫയർ, രക്തശുദ്ധിക്ക്, മുഖക്കുരു, സോറിയാസിസ്, അതുപോലെ വെരിക്കോസ് വെയിൻ ഇതുപോലുള്ള രക്തത്തിൻ്റെ അശുദ്ധി കാരണം വരുന്ന അസുഖങ്ങൾ, രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞ വൂണ്ട് ഹീലിംഗ് ക്രീം. സ്കിന്നിൽ ഉണ്ടാകുന്ന മുറിവും പൊള്ളലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കല പോലും ഇല്ലാതെ ആ ഒരു മുറിയെ പാടെ മാറ്റാൻ സഹായിക്കുന്നു. നോവേദന ജെല്ല് പുറമെ അപ്ലൈ ചെയ്യാൻ, വേദന, നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ അപ്ലൈ ചെയ്യാനുള്ള നോവേദന ജെല്ല്. അതുപോലെ തന്നെ മാൻ പുരുഷ വന്ധ്യത, അതായത് ഫേമിൻ്റെ സ്പീഡ് കുറവ്, കൗണ്ട് കുറവ്, ഇതിന് അതുപോലെ തന്നെ സെക്ഷലി പെർഫോമൻസ് കൂട്ടാനൊക്കെ സഹായിക്കുന്ന മാൻ ശക്തിമാൻ. കൂടാതെ 5 സ്ട്രെസ്, നമ്മളെ എല്ലാ ആളുകൾക്കും, കൊച്ചുകുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും സ്ത്രീകൾക്കും എല്ലാ ആളുകൾക്കും സ്ട്രെസ്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അപ്പം സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് 5 സ്ട്രെസ്. നോവേദന ക്യാപ്സൂൾ, പ്രായം കൂടുന്ന സമയത്ത് നമുക്കറിയാം എല്ല് തേയ്മാനം, ജോയിൻറ്റ് പെയിന് അങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകൾക്ക്, മുട്ടുവേദനയുള്ള പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നോവേദന. അതുപോലെ തന്നെ ഇമ്മ്യൂണോത്രി. ഇന്ന് പ്രായമായ ആളുകൾക്കൊക്കെ അറിയാം വൈറസ് സ്തംഭനം, കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ പൈൽസിൻ്റെ പ്രശ്നം, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഇമ്മ്യൂണോത്രി പ്ലസ് എന്ന് പറയുന്നത്. വെൽഹാർട്ട്, ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ, ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ ഇല്ലായ്മ ചെയ്യാൻ, കിതപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മളെ ഹാർട്ടിനെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ കാലിൻ്റെ വിണ്ടുകൽ, പാദത്തിൻ്റെ സംരക്ഷണത്തിന് ആയുഹീൽ, അതുപോലെ തന്നെ നാസിക, ഐ എനർജി ഇതുപോലുള്ള പ്രോഡക്റ്റുകളും, കൂടാതെ പ്രോട്ടീൻ പൗഡറും. നോവൽ ആൻഡ് സ്പെഷ്യൽ ഫോർമുലേഷൻ ആണ് നമ്മളെ ഈ പ്രോട്ടീൻ പൗഡറും. 3 ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ്. അതായത് 80% പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമ്മമാർക്കും കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ഫുഡാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ബ്രാൻഡാണ് ഓൺ ആൻഡ് ഓണിൽ മോറോ ലൈഫ്, നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ലെവൽ ചെയ്തുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഇന്ന് മോറോ ലൈഫ് റെഡ് ഓറഞ്ചിൽ നിന്ന് എടുക്കുന്ന സത്ത് കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ലെവൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. കൂടാതെ 95 ഹെൽത്ത് ഡ്രിങ്ക്, പ്രീമിയം ഹെൽത്ത് ഡ്രിങ്കാണ്. നമ്മളെ ഓരോ ആളുകളുടെയും ശരീരത്തിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സെല്ലുകൾക്കുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രദാനം ചെയ്യുന്ന, ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ 9 ലക്ഷം ഒറാക്ക് വാല്യുള്ള ഒരേ ഒരു പ്രീമിയം ഹെൽത്ത് ഡ്രിങ്കാണ് ഈ ഒരു 95 എന്ന് പറഞ്ഞാൽ. കൂടാതെ ഡയബ ലൈഫ്, ഷുഗർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന, ഇന്ന് ഇന്ത്യയിൽ പേറ്റൻ്റ് ഉള്ള, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഒരു പ്രൊഡക്റ്റാണ് ഓൺ ഡയബ ലൈഫ്. അതുപോലെ തന്നെ കവചപ്രാശം, അതായത് കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഇതൊരു ഫാമിലി ഫുഡാണ്. ബേബി ടു ബാബ, എല്ലാ ആളുകൾക്കും കഴിക്കാൻ സഹായിക്കുന്ന, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും, പഠിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് കവചപ്രാശ് എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഒരുപാട് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളുണ്ട്. പേസ്റ്റും, ഹെയർ ഓയിൽ, സോപ്പും, ഷാമ്പു, ക്രീമുകൾ, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കമ്പനി മാർക്കറ്റും. നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് കെമിക്കലില്ലാത്ത, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, നമ്മുടെ നിത്യജീവിതത്തിൽ വീട്ടിലാവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറും ഡിഷ് വാഷും ഗ്ലാസ് ക്ലീനറും ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. കൂടാതെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും മാരകമായിട്ടുള്ള വിഷം കലർന്നിരിക്കുന്നു, പോയ്സൺ കലർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൃഷിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിലും കീടനാശിനികളാണ്. എന്നാൽ നമ്മളിന്ന് 100% ഓർഗാനിക്കായിട്ടുള്ള, കൃഷി ആവശ്യങ്ങൾക്കുള്ള, മണ്ണ് ഒരുക്കുന്നത് മുതൽ ഫലം എടുക്കുന്നത് വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ഇത് നാനോ ടെക്നോളജിയാണ്. അപ്പം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നു. കൂടാതെ
ഇതൊരു ബിസിനസ്സാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ജോലി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ ശനിയോ ഞായറോ കിട്ടുന്ന ദിവസങ്ങളിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ രാത്രികളിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ കമ്പനിയുടെ MI വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനിയെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും വിജയിച്ച ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസും നമുക്ക് എങ്ങനെ ഈ ബിസിനസ്സിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും എന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന MI വേൾഡ് എന്ന് പറയുന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം. കൂടാതെ ഇനി ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. ഇന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം? ഇത്രയും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊരു സാധാരണക്കാരനും ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? സിമ്പിളാണ്. നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. ആ സ്പോൺസർ നമുക്ക് ഒരു സ്പോൺസർ ID തന്നു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് രജിസ്ട്രേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂണിക് ID ആണ് കിട്ടുന്നത്. ഒരു യൂണിക് യൂസർ ID കിട്ടും, 10 അക്ക ഡിജിറ്റുള്ള. ഈ ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനിയുടെ ഒരു വിതരണ അവകാശം എടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വിതരണ അവകാശം എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 6ഓളം ബെനിഫിറ്റുകളാണ്. റീറ്റെയിൽ ഇൻകം, അതായത് നമുക്ക് കമ്പനി DP പ്രൈസിനാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ തരുന്നത്. ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ MRP എന്ന് പറയുന്ന മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞ ഒരു വിലയുണ്ട്. നമുക്ക് എന്താക്കാം, ഉദാഹരണത്തിന് ഒരു പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേസ്റ്റ് 130 രൂപയ്ക്ക് കിട്ടും. 180 രൂപയാണ് MRP. ഒരു പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. രണ്ടാമത്തെ ഒരു വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ്. അത് ആഴ്ചയിലാണ്, അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. മൂന്നാമത്തെ ഒരു വരുമാനമാണ് റാങ്ക് ഇൻകം, അത് മാസത്തിലാണ്. പെർഫോമൻസ് ബോണസ് മാസത്തിൽ, അതും നല്ല രീതിയിൽ ബിസിനസ് ഏറ്റെടുത്ത് പെർഫോം ചെയ്യുന്ന വ്യക്തികൾക്ക് മാസത്തിൽ കിട്ടുന്ന ഒരു വരുമാനമാണ്. ലോയൽറ്റി ബോണസ് മാസത്തിലാണ്. റോയൽറ്റി ഇൻകം അതും മാസത്തിലാണ്. ഇങ്ങനെ 6 വരുമാനങ്ങളാണ് കമ്പനി നമുക്ക് വേണ്ടി തരുന്നത്. അതിലാദ്യത്തെ വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു, റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറായി കഴിഞ്ഞാൽ നമ്മൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചു ഗുണമേന്മ കൊണ്ട് നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾക്കും ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് റീറ്റെയിൽ അല്ലെങ്കിൽ റെക്കമെൻഡിങ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കവചപ്രാശം എന്ന പ്രൊഡക്റ്റ് 890 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഈ 890 രൂപയ്ക്ക് DP പ്രൈസിന് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 1295 രൂപയാണ്. ഒരു കവചപ്രാശം വിൽക്കുമ്പോൾ 405 രൂപയാണ് റീറ്റെയിൽ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഒരു ദിവസം ഒരു 10 കവചപ്രാശം വിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 4050 രൂപ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 30 ദിവസമാണെന്നുണ്ടെങ്കിൽ 1,20,000 രൂപയ്ക്ക് മുകളിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ഒറ്റ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് എല്ലാ വീട്ടിലും എല്ലാ കുട്ടികൾക്കും ആവശ്യമുള്ളൊരു ഉൽപ്പന്നമാണ്. നമ്മൾ സ്വയം ഒന്ന് ഇറങ്ങി തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ആദ്യത്തെ വരുമാനം. രണ്ടാമത്തെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ സെയിൽസ് ടേൺ ഓവർ ബോണസാണ്. ഇത് ഇന്ത്യാഗ്രോ, എലമെൻറ്റ്സ്, ഓൺ ആൻഡ് ഓൺ ഈ 3 ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 13,000-15,000 രൂപ MRP ഉള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നതെങ്കിൽ 1000 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു 12,000-13,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ MRP ഉള്ള ഉൽപ്പന്നങ്ങളെന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഉൽപ്പന്നം കിട്ടും. കൂടാതെ ഈ 1000 രൂപയ്ക്ക് 750 BV നമുക്ക് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന വരുമാനം തരാൻ വേണ്ടി മാറ്റിവെക്കും. നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പം പണം കൊടുത്തു, നമുക്ക് അതിനേക്കാൾ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടി, നമുക്ക് ലാഭം തന്നെയാണ്. പക്ഷേ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആഴ്ച വരുമാനം തരാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും 1000ൻ്റെ 750 BV നമുക്ക് STB ബോണസിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആഹാർ, ന്യൂസ് സ്റ്റാർ, MI ഹോം എന്ന് പറഞ്ഞ ബ്രാൻഡുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ 35% സെയിൽസ് ടേൺ ഓവർ ബോണസ് നൽകുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ BV അലോക്കേഷൻ എന്ന് പറയും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ പ്ലാനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്.
നമുക്കിങ്ങനെ 2 ഓർഗനൈസേഷനാണ് കിട്ടുന്നത്. ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 എന്ന് പറഞ്ഞ 2 ഓർഗനൈസേഷൻ. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നമ്മൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു, നല്ലതാണെന്ന് തോന്നി. നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് നമ്മൾ ഈ അവസരത്തിനെ കുറിച്ച് പറഞ്ഞു, ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു, അദ്ദേഹത്തിനും റിസൾട്ട് കിട്ടി. അദ്ദേഹം പറഞ്ഞു, നമ്മളെ കൂടെ ബിസിനസ്സിൽ ഞാനും ഉണ്ട്. അങ്ങനെ നമ്മളെ ബിസിനസ്സിലേക്ക് വന്നു. അദ്ദേഹം 10,000 BVയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ആഴ്ച കടന്നു വന്നു. നമ്മളെ വീട്ടിൽ നമ്മളെ ബന്ധുക്കളോടും നമ്മളെ അയൽവാസികളോടും ഈ അവസരം പറഞ്ഞു. ഒരുപാട് ആൾക്കാരോട് നമ്മൾ പറഞ്ഞ സമയത്ത് 2 വ്യക്തികൾ 5,000 BVയുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് കടന്നു വന്നു. കമ്പനി നോക്കുമ്പോൾ നമ്മുടെ ബ്രാഞ്ച് 1 10,000 BV, ബ്രാഞ്ച് 2 10,000 BV. അപ്പോൾ നമ്മുടെ 1:1 എന്ന അനുപാതത്തിലാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ബ്രാഞ്ച് 1 10,000, ബ്രാഞ്ച് 2 10,000. അതിൻ്റെ 12% 1,200 രൂപ ആ ആഴ്ച കമ്പനി നമുക്ക് വരുമാനമായിട്ട് അയച്ചത്. ഇത് വളരെ മനോഹരമായൊരു രീതിയാണ്. കാരണം നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഒരു വരുമാനം കിട്ടില്ല. എന്നാൽ കമ്പനിയിൽ നിന്ന് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്ത സമയത്ത്, ഈ അവസരം പറഞ്ഞു കൊടുത്ത സമയത്ത് നമുക്ക് ആദ്യത്തെ വരുമാനമായിട്ടുള്ള 1,200 രൂപ കിട്ടി. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു അവസരം തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളും നമ്മൾ കൊടുത്ത ഉൽപ്പന്നങ്ങളും വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക ആഴ്ചയിൽ കച്ചവടം നടന്നത് എങ്ങനെയാണ്? 20,000 BVയുടെ കച്ചവടം ബ്രാഞ്ച് 1 20,000 BVയുടെ കച്ചവടം ബ്രാഞ്ച് 2 കമ്പനി നോക്കുമ്പോൾ നമ്മുടെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 20,000 BV മാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 12% 2,400 രൂപ ആ ആഴ്ച കമ്പനി വരുമാനമായിട്ട് അയച്ചു തരും. ഒരു പ്രത്യേക ആഴ്ചയിൽ കച്ചവടം നടന്നത് എങ്ങനെയാണ്? നമുക്ക് കസ്റ്റമേഴ്സ് കൂടി, ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടി, അവർ മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു പ്രത്യേക ആഴ്ചയിൽ കച്ചവടം നടന്നത് എങ്ങനെയാണ്? 1,00,000 BVയുടെ കച്ചവടം ബ്രാഞ്ച് 1 2,00,000 BVയുടെ കച്ചവടം ബ്രാഞ്ച് 2 കാരണം ചില ആളുകൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ചില ആളുകൾ കൂടുതൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങി വരുമാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കച്ചവടം കൂടും. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് 1 1,00,000, ബ്രാഞ്ച് 2 2,00,000. ഇതിലേതാണോ ചെറുത് അതാണ് കമ്പനി BV മാച്ച് അയക്കുന്നത്. അപ്പം 1,00,000 BV മാച്ച് ചെയ്തു. അതിൻ്റെ 12% നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. അപ്പോൾ 1,00,000 അധികമുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. അത് അടുത്ത ആഴ്ചയിലേക്കോ അടുത്ത മാസത്തിലേക്കോ ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ 1,00,000 BVക്കുള്ള 12% 12,000 രൂപയാണ് ആ ആഴ്ച കമ്പനി നമുക്ക് വരുമാനമായിട്ട് അയച്ചിരുന്നത്. ഒരു പ്രത്യേക ആഴ്ചയിൽ കച്ചവടം നടന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് 1 5,00,000 BV, ബ്രാഞ്ച് 2 നടന്നതോ 4,00,000 BVയേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ ക്യാരി ഫോർവേഡ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന സെയിൽസ് ഇതിൻ്റെ ഒപ്പം കൂട്ടി ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ച 1,00,000 ഉണ്ട്. അപ്പോൾ ആ 1,00,000 കൂട്ടി 5,00,000 BV മാച്ച് ചെയ്തു. അതിൻ്റെ 12% നമുക്ക് 60,000 രൂപ ആ ആഴ്ച കമ്പനി വരുമാനമായിട്ട് അയച്ചു തരും. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി, നമ്മളെ ടീമിലേക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന റീറ്റെയിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി, അതോടൊപ്പം തന്നെ ബിസിനസ്സായി ഏറ്റെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ കച്ചവടം ഇങ്ങനെയും നടക്കാം. ഇങ്ങനെ 10,00,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1 10,00,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 2 നടക്കുമ്പോൾ അതിൻ്റെ 12% 1,20,000 രൂപ ആ നടക്കുന്ന ആഴ്ചയിൽ കമ്പനി നമുക്ക് വരുമാനമായിട്ട് അയച്ചു തരും. ഇവിടെ അടുത്തൊരു ലിമിറ്റും കൂടെ ഞാൻ പറയുന്നത് കമ്പനിയുടെ സീലിംഗ് ലിമിറ്റാണ്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാഴ്ച ഒരു ഡിസ്ട്രിബ്യൂഷനിലൂടെ 17,50,000 BVയുടെ കച്ചവടം ബ്രാഞ്ച് 1 17,50,000 BVയുടെ കച്ചവടം ബ്രാഞ്ച് 2 നടക്കുമ്പോൾ ആ ആഴ്ച കമ്പനി നമുക്ക് 12% 2,10,000 കമ്പനി വരുമാനമായിട്ട് തരുന്നത്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷനിലൂടെ നമ്മൾ ഏറ്റെടുത്തു 450 തുടങ്ങി 1,100 തുടങ്ങി പതിയെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി, നമ്മളെ ആഗ്രഹം, നമ്മളെ ആവശ്യങ്ങൾ കണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഓരോ ആളുകളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര മാസം കൊണ്ട് എത്ര വർഷം കൊണ്ട് ഈ ലെവലിൽ എത്തണമെന്നുള്ളത്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഓരോ ആളുകൾക്കും ഈ 2,10,000 എന്ന ഈ ഒരു മാജിക്കൽ എമൗണ്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡിലൂടെ 3 ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ആഴ്ചയിൽ 2,10,000, മാസത്തിൽ 8,40,000. അങ്ങനെ 3 ഐഡിയിലൂടെ 20, 24, 25 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ മഹത്തായ ബിസിനസ് അവസരമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്.
കൂടാതെ മൂന്നാമത്തെ, നമ്മളൊരു നല്ലൊരു പെർഫോമറാണ്, കമ്പനി 6 വരുമാനങ്ങൾ തരുന്നുണ്ട്, ഈ വരുമാനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കും, ഓരോ മാസത്തിലും കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണോ വെക്കുന്നത് അതൊക്കെ ഞാൻ വാങ്ങിക്കും എന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ കിട്ടുന്നൊരു വരുമാനമാണ് പെർഫോമൻസ് ബോണസ്. കൂടാതെ റാങ്ക് ഇൻകം, ലോയൽറ്റി ബോണസ്, DTC റാങ്ക് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വരുമാനമാണ്. കൂടാതെ ഡയമണ്ട് റാങ്കിന് ശേഷം കിട്ടുന്നൊരു ഡയമണ്ട്, റോയൽ ഡയമണ്ട്, ഡയമണ്ട്, ക്രൗൺ അംബാസഡർ ഇതുപോലുള്ള റാങ്കിലെത്തുന്ന ലീഡേഴ്സിന് കിട്ടുന്ന ഒരു വരുമാനമാണ് റോയൽറ്റി. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റാർ അട്രാക്ഷൻ എന്ന് തന്നെ പറയാം. നമ്മൾ ഓരോ ആളുകളും പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്താണ് നമുക്ക് സെക്യൂരിറ്റി ഉള്ളത്? നമ്മളിവിടെ ഈ 6 വരുമാനങ്ങളും വാങ്ങിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഇനി 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടായിക്കോട്ടെ നമ്മൾ ഈ 6 വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയായി തീർന്നു. നമുക്ക് പാസീവ് ഇൻകം കിട്ടാനും കൂടാതെ നാളുകളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ 3 തലമുറയ്ക്ക് നോമിനേഷൻ ഈ ഒരു കമ്പനി പ്രദാനം ചെയ്യുന്നു. അത് വളരെ വലിയൊരു ആനുകൂല്യം തന്നെയാണ്, മറ്റൊരു അവസരത്തിനും നമുക്ക് കിട്ടാത്ത. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കൂ, ഇന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മൾ ഓരോ ആളുകളും ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിനൊന്ന് ഏറ്റെടുക്കുക. നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാവുക. പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട്, ഫുൾ ടൈം ആയിട്ടാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട്. കൂടാതെ ആക്സിഡൻ്റൽ ഡെത്ത് ഇൻഷുറൻസ് TC മുതൽ അങ്ങോട്ടുള്ള ഓരോ റാങ്കിനും വ്യത്യസ്തമായിട്ടുള്ള 3 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും 7 ലക്ഷത്തിൻ്റെയും ആക്സിഡൻ്റൽ ഡെത്ത് ഇൻഷുറൻസ് നമുക്ക് കമ്പനി തരുന്നുണ്ട്. കൂടാതെ ഇത്രയും തരുന്ന ഈ ഒരു കമ്പനി നമുക്കറിയാം ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള, സക്സസ് റെക്കോർഡുള്ള, ഏതൊരു സാധാരണക്കാരനും ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന ഈസി ഡൂയിങ് ബിസിനസ്, കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഹൈ ക്വാളിറ്റി മാനേജ്മെൻറ്റാണ്, സക്സസ്ഫുൾ ലീഡേഴ്സാണ്, അട്രാക്റ്റീവ് ബിസിനസ് പ്ലാനാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിന് നമുക്ക് കിട്ടിയിട്ടുള്ള ISO സർട്ടിഫിക്കേഷനാണ് ഈ കാണുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഫിക്കി എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ കമ്പനി. FDSA ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷനിലെ ആദ്യത്തെ മെമ്പറാണ് നമ്മുടെ കമ്പനി. കൂടാതെ സ്കിൽ ഇന്ത്യ നൈപുണ്യ വികസന ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് നമ്മൾ ഓരോ ആളുകളും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന, അതിന് നമ്മുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ടും നമ്മുടെ കമ്പനിയെ ഗവൺമെൻറ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ അവസരങ്ങൾ നമുക്ക് തരുന്ന, പ്രദാനം ചെയ്ത ഒരു കമ്പനിയാണ് ML വിഷ്വൽ മാർക്കറ്റ് എന്ന കമ്പനി. നിങ്ങൾ സ്വയം ശക്തമായൊരു തീരുമാനം എടുക്കുക. കമ്പനിയുടെ നിങ്ങൾ ആരാണോ ഈ അവസരം പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് സ്പോൺസർ ID കരസ്ഥമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് കമ്പനിയുടെ ഒരു യൂണിക് ID നിങ്ങൾ കരസ്ഥമാക്കുക. കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഏത് ഉൽപ്പന്നമാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ വിതരണാവകാശം കരസ്ഥമാക്കി നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരം അവർക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങാണ്. താങ്ക് യു.